കഴിഞ്ഞ ദിവസങ്ങളിലുമെല്ലാം വലിയ ചൂടാണ് നമ്മൾ സംസ്ഥാനത്താകെ അനുഭവിച്ചത്. പലയിടത്തും വെള്ളം കിട്ടാക്കനിയായിരുന്നു, വൈദ്യുതി ഉപഭോഗം വലിയ റെക്കോർഡിലേക്ക് എത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ഇത് ആശ്വാസമായി എത്തിയ വേനൽ മഴ അത് കൂടുതൽ കനത്തിരിക്കുന്നു. ജാഗ്രത പാലിക്കേണ്ട സ്ഥിതിയാണ് എന്ന മുന്നറിയിപ്പ് ഉൾപ്പെടെ വരികയാണ്. കേരളത്തിൽ ആശ്വാസമായി എത്തിയ വേനൽ മഴയിൽ വലിയ ജാഗ്രത തുടരണം. അത്തരം വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. 6 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇവിടെയെല്ലാം മഴ മുന്നറിയിപ്പ് തുടരുന്നുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ വന്ന കാലാവസ്ഥാ അപ്ഡേറ്റിലും പറയുന്നത്. അതിനൊപ്പം തന്നെ പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഈ 6-ൽ 3 ജില്ലകൾ, ഈ 3 ജില്ലകളാണ് മലപ്പുറം, കോഴിക്കോട്, വയനാട്. അങ്ങനെ 6 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഇപ്പോൾ ഈ ദിവസം തുടരുന്ന. പലയിടത്തും മഴ പെയ്യുന്നുണ്ട്. നാളെ പാലക്കാട്ടും മലപ്പുറത്തും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അല്പം കൂടി ഗൗരവതരമായ സ്ഥിതി അവിടെ ഉണ്ടായേക്കാം. ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടു എന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ പുതിയ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. മലയോരത്ത് വലിയ ജാഗ്രതയുണ്ട്. ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ തീരദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ മുന്നറിയിപ്പാണ്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകാൻ പാടില്ല എന്ന മുന്നറിയിപ്പ് ഇപ്പോഴും തുടരുന്നു. കേരള ലക്ഷദ്വീപ് തീരത്ത് ആകെ ഈ മത്സ്യബന്ധനത്തിന് വലിയ പ്രതിസന്ധിയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെ മുന്നറിയിപ്പ് ഇന്നും തുടരുകയാണ്. ഇനി തിങ്കളാഴ്ചയോടുകൂടി അതിതീവ്ര മഴയിലേക്ക് സാഹചര്യങ്ങൾ കൂടുതൽ മാറും, കൂടുതൽ വഷളാകും എന്ന മുന്നറിയിപ്പും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുകയാണ്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ അന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ജില്ലകളിൽ മാത്രമല്ല അന്ന് മുന്നറിയിപ്പുള്ളത്. ഈ ജില്ലകൾക്ക് പുറമെ ബാക്കി എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടുമുണ്ട്. കാലവർഷം ഇക്കുറി നേരത്തെ എത്തും. മെയ് 31 കാലവർഷം കേരളത്തിലേക്ക് എത്തും. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതകൾ ഈ വരുന്ന ദിവസങ്ങളിലുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനമായി ഈ കാലാവസ്ഥാ മുന്നറിയിപ്പുകളിൽ നമുക്ക് പറയാൻ കഴിയുക. ഒപ്പം പകർച്ചവ്യാധിയും വലിയ തോതിൽ വർദ്ധിക്കുന്നു എന്ന ആശങ്കപ്പെടുത്തുന്ന സ്ഥിതിയും സംസ്ഥാനത്തുണ്ട്. അതാണ് ആരോഗ്യവകുപ്പ് പങ്കുവയ്ക്കുന്ന കണക്കുകളിലുമൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. പകർച്ചവ്യാധി പലയിടത്തും ഉണ്ടാകുമ്പോൾ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ അത് എവിടെ വരെ എത്തി എന്ന ചോദ്യമൊക്കെ വളരെ പ്രസക്തമായി നിൽക്കുകയാണ്. ആരോഗ്യവകുപ്പ് പങ്കുവയ്ക്കുന്ന കണക്കുകളിൽ 5 മാസത്തിനുള്ളിൽ 91 മരണം ഈ പകർച്ചവ്യാധികൾ മൂലം ഉണ്ടായിട്ടുണ്ട് എന്ന കണക്കാണ് ആരോഗ്യവകുപ്പ് ഔദ്യോഗികമായി പങ്കുവയ്ക്കുന്നത്. ഏറ്റവും കൂടുതൽ മരണമുണ്ടായത് എലിപ്പനി ബാധിച്ചാണ്. 39 മരണമാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് ഈ മഴക്കാലം കൂടിയാകുമ്പോൾ എലിപ്പനി പടർന്നു പിടിക്കാനുള്ള സാധ്യത. ഈ അഴുക്കുവെള്ളത്തിലും മറ്റും ഇറങ്ങുമ്പോൾ കാലിൽ മുറിവോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ വലിയ തോതിൽ ജാഗ്രത പാലിക്കേണ്ടതാണ്. മഞ്ഞപ്പിത്തത്തിലൂടെ 16 പേർക്ക് ജീവൻ നഷ്ടമായി. ഡെങ്കിപ്പനി ബാധിച്ചും 16 പേർ മരിച്ചു എന്നതാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പ് പങ്കുവയ്ക്കുന്ന വിവരങ്ങളിൽ ഉള്ളത്. അതിനാൽ തന്നെ ഈ 2 ആഴ്ചക്കിടയിൽ പനി ബാധിതരുടെ എണ്ണത്തിൽ അല്പം വർധനവുണ്ടായിട്ടുണ്ട്. 10 ലക്ഷം പേർക്ക് ഈ 2 ആഴ്ചക്കിടയിൽ പകർച്ചവ്യാധിയുമായി ബന്ധപ്പെട്ട ഈ നിരവധി അസുഖങ്ങൾ പിടിപെട്ടു എന്നതാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന വിവരം. പകർച്ചപ്പനി 78,718 പേർക്കും മഞ്ഞപ്പിത്തം 294 പേർക്കും പിടിപെട്ടിട്ടുണ്ടോ എന്നും ഔദ്യോഗികമായ കണക്കുകളിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഡെങ്കിപ്പനി 328 പേർക്കും ഒപ്പം മലേറിയ 20 പേർക്കും കേരളത്തിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിന് പുറമെ മുണ്ടിനീര് 1567 പേർക്ക്, ചിക്കൻ ബോക്സും ഈ സമീപ ദിവസങ്ങളിൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ സമീപ ദിവസങ്ങളിൽ പലയിടത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 971 പേർക്ക് എന്നതാണ് ആ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഷിഗല്ല രോഗം 4 പേർക്കും, വെസ്റ്റ് നൈൽ 9 പേർക്കും സ്ഥിരീകരിച്ചു. ഇക്കാര്യങ്ങൾക്ക് അല്പം ആശങ്കയോടുകൂടി കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്. എലിപ്പനി ഈ സമീപകാലത്ത് 70 പേർക്ക്, H1N1 37 പേർക്കും സ്ഥിരീകരിച്ചിട്ടുണ്ട്. എല്ലാത്തരം പകർച്ചവ്യാധികളും പിടിപെടുന്ന അന്തരീക്ഷമാണ്, അത്തരമൊരു സാഹചര്യമാണ് ഉള്ളത്. പലയിടത്തും വലിയ തിരക്ക് ആശുപത്രികൾ രൂപപ്പെടുന്നതും ഒപ്പിയിൽ സർക്കാർ ആശുപത്രിയിൽ വലിയ തിരക്ക്, ഈ പനിയടക്കമുള്ള ബാധിച്ചെത്തുന്നവരുടെ തിരക്കുമൊക്കെ ഇപ്പോൾ വർദ്ധിക്കുന്ന അവസ്ഥയാണുള്ളത്. വലിയ ജാഗ്രത പുലർത്തേണ്ട ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. ആ മുന്നറിയിപ്പുകളുടെ വിശദാംശങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്.